മോദിയുടെ നോൺ ബയോളജിക്കൽ രാജ്യത്ത് നടക്കുന്നത് വലിയ അത്ഭുതം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ഇലക്ഷൻ കമ്മീഷൻ തീവട്ടിക്കൊള്ള നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 100% വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി 272 സംഖ്യകൾ പ്രമുഖ വ്യക്തികൾ എന്ന പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്നു കത്തെഴുതുന്നു. ഏതെങ്കിലും ജനാധിപത്യ രാജ്യത്താണെങ്കിൽ ജനാധിപത്യം തുറന്ന് അട്ടിമറിക്കുമ്പോൾ യഥാർത്ഥ പ്രമുഖ വ്യക്തികളെല്ലാം അതിനെതിരെ പ്രതികരിക്കുകയും ഇലക്ഷൻ കമ്മീഷനോട് വിശദീകരണം ആവശ്യപ്പെടുകയുമാണ് ചെയ്യുക. പക്ഷേ അത് ഏതെങ്കിലും ജനാധിപത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ കത്തെഴുതിയ ഈ പ്രമുഖ വ്യക്തികൾ എന്ന് പറയുന്ന 272 ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളുടെ യഥാർത്ഥ മുഖം വ്യക്തമായി തുറന്നു കാണിക്കാം. അതുപോലെ രാജ്യത്തെ യഥാർത്ഥ പ്രമുഖ വ്യക്തികളും 3 മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരും ഇവരെക്കുറിച്ചും ജ്ഞാനേഷ് കുമാറിനെ കുറിച്ചും പറഞ്ഞത് എന്താണെന്നും നമുക്ക് വ്യക്തമായി കാണാം. ജനാധിപത്യ സംരക്ഷണത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നവംബർ 19 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഈ ന്യൂസ് കണ്ടോ? വിഷം ചീറ്റുന്ന പാഴ്വാക്ക്. 272 പ്രമുഖ പൗരന്മാർ രാഹുൽ ഗാന്ധിക്കെതിരെ കത്തെഴുതി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുകയാണ് എന്ന് പറഞ്ഞ്. ഈ 272 സോകോൾഡ് പ്രമുഖ പൗരന്മാരിൽ ഉൾപ്പെടുന്നത് റിട്ടയർഡ് ജഡ്ജിമാർ, ബ്യൂറോക്രാറ്റ്, മിലിറ്ററി ഓഫീസേഴ്സ് എന്നിവരാണ്. അവർ പറയുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷനെ കാര്യമില്ലാതെ അപമാനിക്കുകയാണ് എന്നാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും കേന്ദ്രീകൃതമായ ഗൂഢാലോചന നടത്തിയുള്ള ആക്രമണങ്ങളും ഇലക്ഷൻ കമ്മീഷനെതിരെ നടത്തുകയാണ്. അതുകൊണ്ട് രാജ്യത്തെ സിവിൽ സൊസൈറ്റി ജ്ഞാനേഷ് കുമാറിനെയും സംഘത്തെയും പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ നിഷ്പക്ഷമായിരിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനെതിരെ 100% വ്യക്തമായ തെളിവുകൾ സഹിതം ഹാജരാക്കുമ്പോൾ മോദിയുടെ ബിസ്ക്കറ്റ് തിന്നുന്ന ഈ പ്രമുഖ പൗരന്മാർ എന്ന് പറയുന്ന ആട്ടിൻതോലണിഞ്ഞ ചെന്നായ് സംഘികൾക്ക് യാതൊരു നാണവുമില്ലാതെ വാറോലയുമായി വരാൻ തയ്യാറായിരിക്കുകയാണ്. ഈ പ്രമുഖ പൗരന്മാരിൽ 16 വിരമിച്ച ജഡ്ജിമാർ, 123 വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥർ, അതിൽ 14 അംബാസിഡർമാരും പെടും. 133 വിരമിച്ച ആർമി ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഉൾപ്പെടുന്നത്. വിരമിച്ച ആർമി ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിഷ്പക്ഷരായിരിക്കേണ്ട അവർ വെറും സംഖ്യകളാണ് എന്നുള്ളതാണ് കാരണം. ആ 272 പേരുടെ പേരുവിവരങ്ങൾ ഇതാണ്. ഇതിൽ ഉൾപ്പെടുന്ന പലരുടെയും തനിനിറം തുറന്നു കാണിക്കാം. അതിനു മുൻപ് രാജ്യത്തെ യഥാർത്ഥ പ്രമുഖ പൗരന്മാരായ ചിലർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ടുകൊള്ളൂ. പ്രമുഖ സീനിയർ മാധ്യമപ്രവർത്തകനായ പരഞ്ജോയ് ഗുഹ താക്കൂർത്ത ഇത് പങ്കുവച്ചുകൊണ്ട് പറഞ്ഞത് ആരാണ് യഥാർത്ഥ ഭക്തന്മാർ എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്നാണ്. പ്രമുഖ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ സന്ദീപ് മനുദാനെ പറഞ്ഞത് വാട്സാപ്പ് അൺകിൽസ് പിന്തുണയ്ക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹം അങ്കിൾ എന്നല്ല അൺകിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഘികളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി അംഗങ്ങളായ പ്രായമുള്ളവരെ വിവരമുള്ളവർ വിളിക്കുന്ന അൺകിൽസ് എന്നാണ്. വളരെ സീനിയർ മാധ്യമപ്രവർത്തകനായ MK വേണു എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത നമ്മുടെ മുന്നിൽ ആവിയായി പോയപ്പോൾ ഈ വിരമിച്ച ഉദ്യോഗസ്ഥർ വിചാരിക്കുന്നത് ECI അവരുടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ്. ഇലക്ഷൻ കമ്മീഷന്റെ പെരുമാറ്റവും പ്രസ്താവനകളും ഇവർ കണ്ടിരുന്നോ? സർവേകൾ കാണിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത ചരിത്രത്തിലെ ഏറ്റവും താണ നിലവാരത്തിൽ ആണെന്നാണ്. ഇത് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞതുമായി ബന്ധമില്ലാത്ത സർവേയാണ്. പ്രമുഖ ചരിത്രകാരനായ അശോക് കുമാർ പാണ്ഡെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഈ 272 ജഡ്ജിമാരും ഉദ്യോഗസ്ഥരും ഒരിക്കലെങ്കിലും ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിന്റെ നിയമം ഗവൺമെന്റ് മാറ്റിയപ്പോൾ ചീഫ് ജസ്റ്റിസിനെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ നിന്ന് മാറ്റി ഇലക്ഷൻ കമ്മീഷനെ ഗവൺമെന്റിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ ആക്കുകയും അതുവഴി നിഷ്പക്ഷത ഇല്ലാതാക്കുകയും ചെയ്തപ്പോൾ എതിർപ്പ് അറിയിച്ചിരുന്നെങ്കിൽ എന്ന്. അന്ന് നിശബ്ദരായിരുന്നവർ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അത് ഇലക്ഷൻ കമ്മീഷനെ പിന്തുണയ്ക്കുന്നതല്ല, മറിച്ച് ഗവൺമെന്റിനെ നേരിട്ട് പിന്തുണയ്ക്കുന്നതാണ് എന്നേ കരുതാനാവൂ. അതായത് യഥാർത്ഥ പ്രമുഖ പൗരന്മാർ ഇത് മോദിക്ക് വേണ്ടിയുള്ള നാണംകെട്ട ഒരു സെറ്റപ്പ് നാടകമാണ് എന്നാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ കത്തെഴുതിയിരിക്കുന്ന ചില പ്രമുഖരുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കാം. ഇതിലെ 17ാം നമ്പറായ മുൻ റോ ചീഫ് സഞ്ജീവ് ത്രിപാഠി ഒരു എമിനന്റ് BJP മെമ്പറാണ്.
ഇന്ത്യ ടുഡേയുടെ ഈ വാർത്തയിൽ വ്യക്തമായി കാണിച്ചിരിക്കുന്നു മുൻ റോ ചീഫായ സന്ദീപ് ത്രിപാഠി BJP-യിൽ ചേർന്ന ആളാണ് എന്ന്. അങ്ങനെ BJP-യിൽ ചേർന്ന ഇയാളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചിത്രവും നമുക്ക് കാണാം. ഇതിലെ നമ്പർ 1 എൻട്രിയായ ആദർശ് കുമാർ ഗോയൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയും NGT-യുടെ ചെയർമാനുമാണ്. 2008-ൽ ഇയാളെ NGT-യുടെ ചെയർമാനായി നിയമിച്ചതിനെ കോൺഗ്രസും പല ദളിത് ഓർഗനൈസേഷനുകളും എതിർത്തതാണ്. അതിന് കാരണം SC/ST ആക്ടിലെ ഇയാൾ കൊണ്ടുവന്ന ഒരു നിയമം ഈ പിന്നോക്ക വിഭാഗങ്ങളെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വന്ന വാർത്തകളും ഇവിടെ വ്യക്തമായി കാണാം. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ആളായ മുൻ ജഡ്ജി ഹേമന്ത് ഗുപ്ത ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മോദിയുടെ അജണ്ടയുടെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ മോദി ഗവൺമെന്റിന്റെ ഒപ്പം നിൽക്കുക മാത്രമല്ല അത്തരത്തിൽ ഇലക്ഷൻ നടത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി നടത്തുന്നതിനെ പിന്തുണച്ച ആളാണ്. അപ്പോൾ അയാളും പ്രമുഖ സംഖ്യയാണ് എന്ന് വ്യക്തമായല്ലോ. ഈ ലിസ്റ്റിലെ 58-ാമത്തെ ആളായ വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ ഉത്തർപ്രദേശിൽ നിന്നുള്ള രാംനാരായൺ സിംഗ് ആണ്. 2022-ൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇയാളുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുകയും അയാളുടെ ഭാര്യയുടെ പേരിലുള്ള സ്ഥാപനത്തിൽ നിന്നും വീട്ടിലുള്ള പ്രൈവറ്റ് ലോക്കറുകളിൽ നിന്നും വീടിന്റെ ബേസ്മെന്റിൽ നിന്നുമൊക്കെയായി 3 കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തതാണ്. അതുപോലെ KYC വയലേഷനും നടത്തിയതിനെതിരെ അയാൾക്കെതിരെ കേസുണ്ട്. അപ്പോൾ ഇയാളും ഇതിനെ പിന്തുണച്ചതിന്റെ പിന്നിലുള്ള വികാരം എന്താണ് എന്ന് വ്യക്തമായല്ലോ. ഇതിലെ 26-ാം നമ്പർ വ്യക്തി മുൻ അംബാസഡർ ബാസ്വതി മുഖർജി 2024-ൽ BJP-യിൽ ചേർന്നയാളാണ്. അത് തെളിയിക്കുന്ന ന്യൂസും ഇതോടൊപ്പം വ്യക്തമായി കാണിച്ചിരിക്കുന്നു. 43-ാമത്തെ പ്രമുഖ വ്യക്തി BS ബാസി മുൻ ഡൽഹി പോലീസ് ചീഫ് ആയിരുന്നു. മോദി ഇയാളെ UPSC കൗൺസിൽ മെമ്പർ ആക്കിയതാണ്. അതിന്റെ ന്യൂസും ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇയാളെ UPSC മെമ്പർ ആക്കി കഴിഞ്ഞപ്പോൾ UPSC പരീക്ഷകൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 57-ാം നമ്പർ പ്രമുഖ വ്യക്തി മുൻ പഞ്ചാബ് DGP അനിൽകുമാർ ശർമ്മ റിട്ടയർമെന്റിന് ശേഷം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്. അയാളുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഈ വാർത്തയുടെ ഭാഗവും ഇവിടെ ചേർത്തിരിക്കുന്നു. അയാളും വളരെ നിഷ്പക്ഷനായ രാജ്യത്തെ പ്രമുഖ പൗരനാണ് എന്ന് മനസ്സിലായല്ലോ. അതുപോലെ മറ്റൊരു പ്രമുഖ വ്യക്തി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ ഭാര്യ ലക്ഷ്മി പുരിയാണ്. അവരും വളരെ നിഷ്പക്ഷയായ ആളാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. അത് മാത്രവുമല്ല, ഈ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വളരെ പ്രമുഖ വ്യക്തിയാണ്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ലോകമെമ്പാടുമുള്ള വളരെ ആളുകൾക്ക് കാഴ്ചവെക്കുകയും ചെയ്ത എഫ്സ്റ്റീൻ എന്ന ആളുടെ ഫയലുകളിലും ഇയാളുടെ പേരുകൾ ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മുൻ പഞ്ചാബ് DGP-യായ PC ഡോഗ്രെയാണ് ഈ കത്തെഴുതിയ മറ്റൊരു പ്രമുഖ വ്യക്തി. അയാളുടെ പഴയ ചില ട്വീറ്റുകൾ കണ്ടുകൊള്ളൂ. 2013 നവംബർ 28-ന് അയാൾ ചെയ്ത ട്വീറ്റാണ് ഇത്. നരേന്ദ്രമോദിക്ക് രാജ്യത്തെക്കുറിച്ച് വലിയ വിഷൻ ഉണ്ട്. അത് പ്രാവർത്തികമാക്കാൻ മോദിക്ക് ഒരു അവസരം കിട്ടണം. മോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപാണ് ഇയാൾ ഇത് ട്വീറ്റ് ചെയ്തത്. അതുപോലെ ഒരു ദിവസം മുൻപ് 2013 നവംബർ 27-ന് ട്വീറ്റ് ചെയ്തത് നരേന്ദ്രമോദിക്ക് 93% പേരുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാണ്. ഇനി ഇതിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രമുഖ പൗരനായ യോഗേഷ് ഗുപ്ത ചില സ്ത്രീകൾ അവരുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഇട്ടപ്പോൾ അതിനടിയിൽ ഇട്ട വഷളൻ കമന്റുകൾ കണ്ടോ? ഒന്നുകൊണ്ടും പേടിക്കേണ്ട ക്രേസി ഗേൾ, ഞാനും കൂടെയുണ്ട്. വേറെ ഒരു സ്ത്രീ തന്റെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തപ്പോൾ അതിനടിയിൽ അയാൾ എഴുതിയ വഷളൻ കമന്റ് ആണ് ഇത്. ആ സ്ത്രീ എഴുതിയത് നിങ്ങൾക്കും 2 വാട്ടർ പാലസുകൾ കാണാൻ സാധിക്കുന്നുണ്ടോ ഈ ചിത്രത്തിൽ എന്നാണ്. അതിന് അയാൾ എഴുതിയ വഷളൻ മറുപടി, ഇല്ല, ഒരു വാട്ടർ പാലസും ഒരു വലിയ മലയുമാണ് കാണുന്നതെന്ന്. എന്നിട്ട് ഒരു ലവ് സിംബലും ഒരു പൂച്ചെണ്ണും കൊടുത്തിരിക്കുന്നു. സംഘികളുടെ സംസ്കാരത്തിന് ചേർന്ന വളരെയേറെ പ്രമുഖനാണ് ഇയാളെന്ന് വ്യക്തമായല്ലോ. വേറെ ഒരു സ്ത്രീ തന്റെ ഒരു വഷളൻ ഫോട്ടോ കാണിച്ച് പോസ്റ്റ് ചെയ്തതിനടിയിൽ അയാൾ ഇതുപോലെ ലവ് സിംബലും പൂച്ചെണ്ടും കാണിച്ചുകൊണ്ട് എഴുതിയത് ആരാധ്യമായത് ആണ് എന്നാണ്. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, മുൻ ഇലക്ഷൻ കമ്മീഷണർമാരായ അശോക് ലവാസയും OP റാവത്തും YS ഖുറേഷിയും ജ്ഞാനേഷ് കുമാറിനെ നിശിതമായി വിമർശിക്കുകയും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിച്ച് കൃത്യമായ വിവരം പുറത്തുവിടണം എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്.
हलफनामा देना होगा या देश से माफी मांगनी होगी, तीसरा विकल्प नहीं है। It doesn't require for anybody to submit an affidavit if there is a serious complaint which the Election Commission must look into. This is Election Commission's data. This needs to be investigated. Questioning any stakeholder has never been the forte of Election Commission. Whenever any doubt is expressed by even common voters, Election Commission would always take it seriously, immediately investigate and immediately put the results and findings to that person and in public domain. Asking him for affidavit, what if he turns around and says, you give me an affidavit that whatever 65 lakh deletions you have done, if there is one mistake, you will be criminally liable. Daring leader of opposition this way with this tone and with this anger, I don't think it has done any credit to the Election Commission. അതാണ് യഥാർത്ഥ പ്രമുഖ പൗരന്മാർ എല്ലാം ചെയ്തത്. അപ്പോൾ രാഹുൽ ഗാന്ധി സെലക്ഷൻ കമ്മീഷന്റെ തനിനിറം പുറത്തു കാണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ ഈ പ്രമുഖ വ്യക്തികളുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് വ്യക്തമായല്ലോ. ആട്ടിൻതോലണിഞ്ഞ വെറും സംഘികളാണ് എല്ലാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?